പിന്നല്ല, ഈവനിങ്ങിൽ വരുന്ന കൊച്ചു കൊച്ചു വിശപ്പിന്റെ വിളി നമ്മൾ ഫുഡികൾക്കല്ലാതെ വേറെ ആർക്കാ മനസ്സിലാവുക? അങ്ങനെ ഒരു വിളി വന്നപ്പോ ഞാൻ എന്റെ ഫ്രണ്ടിനെയും വിളിച്ച് തൊട്ടടുത്തുള്ള കഫേയിലേക്ക് വിട്ടു. അവിടെ ചെന്നിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ബട്ടർ ഗുൽക്കണ്ട് ഓർഡർ ചെയ്ത് നന്നായി ആസ്വദിച്ചങ്ങ് കഴിച്ചു. അപ്പൊ എനിക്ക് തോന്നി എന്നാ പിന്നെ കുറച്ച് മോമോസ് ആയാലോ എന്ന്. അതിനുശേഷം ആ മോമോസിനെയും കൂടി ഓർഡർ ചെയ്തു. പ്രസന്റേഷൻ കൊണ്ടും മണം കൊണ്ടും രുചി കൊണ്ടും വല്ലാത്തൊരു ഇംപ്രഷനാണ് മോമോസ് തന്നത്. എന്നാ പിന്നെ ഒരു വേഫിലും കൂടെ ആയിക്കൂടെ? ചോക്ലേറ്റ്സും കുക്കീസും ഒക്കെ ഫില്ല് ചെയ്ത ഒരു വേഫിലും കൂടി ഓർഡർ ചെയ്ത് നന്നായിട്ട് ആസ്വദിച്ചങ്ങ് കഴിച്ചു. അതിനുശേഷം അവിടെയുള്ള ആംബിയൻസ് ഒക്കെ ചുറ്റി നടന്നൊന്ന് കാണാമെന്ന് കരുതിയിട്ട് ചുറ്റി നടന്നൊന്ന് കണ്ടു. അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ആംബിയൻസ് തന്നെയാണ്. ദോഷം പറയരുതല്ലോ. എക്കണോമിക്കലി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കഫേയാണ്. ടേസ്റ്റ് ആയാലും ആംബിയൻസ് ആയാലും ഒന്നും കോംപ്രമൈസ് ചെയ്യാനായിട്ട് അവർ റെഡിയല്ല. റീസെന്റ് ആയിട്ട് തുടങ്ങിയതേ ഉള്ളൂ. കൈമനത്ത് ട്രാഫിക് സിഗ്നലിന് അടുത്തുള്ള ദാമ കഫേ, അവിടെയാണ് കേട്ടോ ഈ ഒരു എക്സ്പ്ലോറിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈവനിങ്ങിലെ ടയേർഡ്നെസ് ഒക്കെ മാറി ജങ്ക് ചക എന്നുള്ളൊരു മൂഡ് കിട്ടാനായിട്ട് പറ്റിയതുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ഇട്ടേക്കാം എന്ന് കരുതി. എന്നെ പോലുള്ള ഫുഡികൾക്ക് ഈ ഈവനിങ് കഫേ നല്ലൊരു സ്പോട്ടായി.